സർക്കാർ അയ്യപ്പ ഭക്തസംഗമം നടത്തുമെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭക്തരും അയ്യപ്പന്റെ ആളുകളും പരിപാടിക്ക് എത്തട്ടെ എന്നും പരിഹാസം. രാജീവ് ചന്ദ്രശേഖരന്റെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങൾ ഉയർന്നെങ്കിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത്, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്താം. ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞ് വിരട്ടാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമം? കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷവും ഒപ്പം BJP അടക്കമുള്ളവർ അതിനെ ശക്തമായി പ്രതിരോധിച്ചതാണ്. പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. അതായത് ഈ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് ഭക്തരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ മണ്ഡലകാലങ്ങളിലടക്കം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാനും ഒപ്പം അതിനെതിരെ പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ അന്യായമായി കേസുകളെടുത്തതും ഒക്കെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകളൊക്കെ തീർപ്പാക്കിയതിന് ശേഷം മാത്രം മതി ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം. അതും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം BJP തുടക്കം മുതൽ തന്നെ അറിയിച്ചതുമാണ്. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഇത് അയ്യപ്പ ഭക്തരുടെ സംഗമമാണ്, ആഗോള അയ്യപ്പ സംഗമമാണ്. അത് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അതിന് സർക്കാർ ഒപ്പം ചേരുന്നു എന്നുള്ളതാണ്. ആ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണെന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ആരൊക്കെ എതിർത്താലും എവിടൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും തങ്ങൾ പരിപാടി നടത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഈ പരിപാടിയിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും നാൾ നടത്താത്ത ഒരു പരിപാടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നടത്തുന്നു? ഹൈന്ദവ വോട്ടുകൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ, തങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അത് ജനങ്ങൾ മുൻകൂട്ടി കാണണമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. BJP സംസ്ഥാന അധ്യക്ഷനും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് ഇഷ്ടമുള്ള അയ്യപ്പ ഭക്തർ അയ്യപ്പന്റെ ഭക്തരായിട്ടുള്ളവർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം, ഒപ്പം തന്നെ പരിപാടി നടത്തും, ഭക്തരും അയ്യപ്പന്റെ ആളുകളും പരിപാടിക്ക് എത്തട്ടെ എന്നുള്ളതാണ്. അതായത് ഈ അയ്യപ്പന്റെ ആളുകൾ എന്ന് പറയുന്നത് ആരാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു വ്യക്തത നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ അയ്യപ്പന്റെ ആളുകൾ ആരാ എന്ന ചോദ്യത്തിനും മറുപടിയില്ല. എന്തായാലും ഈ ഒരു ഒറ്റ ചോദ്യത്തോടു കൂടി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അതിന് പച്ചക്കൊടി കാട്ടിയിട്ടുമുണ്ട്. അതേസമയം തന്നെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറയുകയും കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ വിരണ്ടോടുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി, അല്ലേ? അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം MK സ്റ്റാലിനെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കൃഷ്ണരാജ. കാരണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും മതി, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും വിരട്ടൽ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി വിരട്ടാൻ ശ്രമിക്കുകയാണ്. ആ വിരട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു സമീപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് സർക്കാർ പോവുകയാണ്. അതേസമയം തന്നെ അയ്യപ്പ ഭക്തരെ അടിച്ചമർത്തിയ അയ്യപ്പ ഭക്തർക്കെതിരെ വ്യാജ കേസുകൾ ചമച്ച പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളും BJPയും തുടരുകയാണ്. എന്തായാലും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ദിവസമൊക്കെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രതിരോധത്തിലേക്കും ഒക്കെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം മാറി എന്നുള്ളതിൽ സംശയമില്ല. കൃഷ്ണരാജ്, ശരി, സർക്കാർ അയ്യപ്പ ഭക്തസംഗമം നടത്തുമെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി എത്തുന്നു. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി വിരട്ടേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിരണ്ട് പോവുകയാണ്.